പ്രവർത്തിച്ചു നിൽക്കുന്ന പൊള്ളാച്ചി ആശുപത്രിയിലേക്കാണ് മൃതദേഹങ്ങളെല്ലാം ആ സമയം തന്നെ എത്തിച്ചത്. എന്ന് വെച്ചാൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ അപകടം നടന്ന ഉടനെ തന്നെ ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ വളരെ വേഗത്തിൽ ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. ഈ അപകട സ്ഥലത്ത് നിന്നും പൊള്ളാച്ചി ഹോസ്പിറ്റലിലേക്ക് എത്ര സമയത്തെ യാത്രയുണ്ടാകും? അപ്പോൾ ഈ അപകടം സംബന്ധിച്ച് അതിന്റെ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങൾ അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ട് സാജിദ്? ഏതാണ്ട് 40 കിലോമീറ്ററോളമാണ് ദൂരം. പക്ഷേ അത് അതീവ ദുഷ്കരമായ ഒരു പാതയാണ്. കാരണം ഈ ആതിരപ്പള്ളിയിൽ നിന്ന് ഈ മലക്കപ്പാറ വാൽപ്പാറ വഴി പൊള്ളാച്ചിയിലേക്കുള്ള പാത വളരെ ചെറിയ റോഡാണ്. ഏതാണ്ട് ഈ വലിയൊരു ഭാഗം കാടും പിന്നീട് ഈ തേയിലത്തോട്ടങ്ങളും അടങ്ങുന്നതാണ്. അതുകൊണ്ട് ഈ മലക്കപ്പാറ വാൽപ്പാറ എന്നീ സ്ഥലങ്ങളിൽ മാത്രമാണ് കുറച്ച് ആളുകൾ ഉണ്ടാവുക. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായി വനമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഈ മറ്റ് വാഹനങ്ങളിൽ എത്തിയ യാത്രക്കാരും മറ്റുമാണ് ഈ രക്ഷാപ്രവർത്തനത്തിനായി ഇങ്ങോട്ട് ഈ ആളുകളെ എത്തിച്ചത് എന്നുള്ളതാണ്. അത് ഏറെ ദുഷ്കരമാണ്. കാരണം ഒരു കൊടും കാടിനുള്ളിൽ നടന്നൊരു അപകടം എന്ന നിലയ്ക്ക് വലിയ പ്രയാസം നേരിട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. നിങ്ങൾ ഇങ്ങതാ എന്തായാലും ഇപ്പോൾ നാട്ടുകാരായ പല ആളുകളും ഉണ്ട്. ഈ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് കൊണ്ട് ഈ പാലക്കാട് ADM ആണ് സംഭവ സ്ഥലത്ത് ഉള്ളത്. ADM പറയുന്നത് പ്രകാരം ഇന്ന് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. പുലർച്ചയോടുകൂടി ഈ മൃതദേഹങ്ങൾ ഈ ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ എവിടെയാ? ഇവിടെ പൊള്ളാച്ചി തന്നെ. പൊള്ളാച്ചി നാട്ടിലുള്ളതാണ്. ഇവിടെയാണ് പൊള്ളാച്ചിയിലുള്ള. നിങ്ങള് എത്ര സമയമായിട്ട് ഇവിടെ ഉണ്ട്? കുറച്ചേരായി. ഈ സംഭവം അറിഞ്ഞ പോലെ ഇവിടെ ഉണ്ട്. ഇതിപ്പോ ഇവിടുന്ന് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് ഏകദേശം 9ാമത്തെ ബെൻഡ് എന്നാ പറഞ്ഞ 13ാമത്തെ ബെൻഡ് ഏകദേശം ഒരു 30 കിലോമീറ്ററിനുള്ളുണ്ട്. പക്ഷെ ഈ ചുരം ആയതുകൊണ്ട് ഒരുപാട് സമയം എടുക്കുമല്ലോ ഇവിടെ എത്താൻ. ഇവിടെ എത്താൻ വേണ്ടിട്ട് ഒരുപാട് സമയം എടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആലിയാറ് ഡാം കഴിഞ്ഞ് അങ്ങനെ മേളിലോട്ട് കയറി പോകണം. ഒരു ടൈം എടുക്കും. ഈ ആളുകളെ ഇങ്ങോട്ട് എത്തിച്ചത് ആംബുലൻസിലാണോ അതോ മറ്റു വാഹനങ്ങളിലാണോ? ആംബുലൻസിലാണ് മാക്സിമം അറിഞ്ഞപ്പോഴെല്ലാം ആംബുലൻസ് എല്ലാം പോയിട്ടുണ്ട്. ഇവിടുന്ന് ആംബുലൻസ് വിവരം അറിഞ്ഞ് അങ്ങോട്ട് പോയതാണ്. അങ്ങനെ എടുക്കാൻ പറ്റുന്നത്. പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് ഇവിടെ പൊള്ളാച്ചിയാണ് നിയറസ്റ്റ് വന്നിട്ട് അതിനുള്ള. വാൽപ്പാറ അവിടെ നിന്ന് നമുക്ക് ആംബുലൻസും സൗകര്യങ്ങളൊന്നും വന്നെത്താൻ പറ്റില്ല. അവിടെ നിന്ന് അപകടം നടന്ന സ്ഥലത്തേക്ക് വാൽപ്പാറ ടൗണിലേക്ക് എത്ര ദൂരമുണ്ട്? വാൽപ്പാറ ടൗണിലേക്ക് അവിടെ നിന്ന് എങ്ങനെയൊക്കെ പോലും ഒരു 36-37 കിലോമീറ്റർ ഉണ്ടോ? അവിടെയും ഇത്ര വലിയ ആശുപത്രി ഒന്നും ഇല്ല. നമുക്ക് നിയറസ്റ്റ് വന്നിട്ട് ഏറ്റവും വന്നത് പൊള്ളാച്ചി തന്നെയാണുള്ളത്.